ടി വാസുദേവൻ നായർക്ക് മലയാള സിനിമ കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ട് എന്ന നിലയിൽ വന്ന ആന്തോളജി ഫിലിമാണ് മനോരഥങ്ങൾ. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പ്രിയദർശൻ, രഞ്ജിത്ത്, ശ്യാമപ്രസാദ്, ജയരാജ് തുടങ്ങിയ ഒരുപാട് ഡയറക്ടേഴ്സ് ചേർന്നിട്ടാണ് ഈ 9 എപ്പിസോഡുകൾ ചെയ്തിരിക്കുന്നത്. ടി വാസുദേവൻ നായരുടെ ഓരോ ചെറുകഥകളെ ബേസ് ചെയ്താണ് ഓരോ എപ്പിസോഡുകളും ചെയ്തിരിക്കുന്നത്. ഈ ചെറുകഥകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ സിനിമയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ലാഗ് അടിച്ച് പറയാൻ പറ്റത്തുള്ളൂ. ആ ഒരു രീതിയിലാണ് ഇത് പോയിരിക്കുന്നത്. ഫിലിം ഫെസ്റ്റിവലിനൊക്കെ കൊടുക്കുന്ന ആ ഒരു മൂഡിൽ പോകുന്ന ഒരു സിനിമകളാണിതെല്ലാം. ഇതിൽ എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറയാൻ പ്രിയദർശൻ സാറിൻ്റെ ഓളവും തീരവും എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്കിഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിഷ്വൽസ് നല്ല രസമായിരുന്നു. ക്ലീഷ സ്റ്റോറിയാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന എല്ലാ സ്റ്റോറീസും നമുക്ക് പ്രഡിക്റ്റബിളായിട്ടുള്ള നോർമലായിട്ടുള്ള നോവലുകൾ ഈ ചെറുകഥകൾ വായിച്ചിട്ടുള്ളവരുണ്ടായിരിക്കും. അതല്ലെങ്കിൽ തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്ന ചെറിയ കഥകൾ. പക്ഷേ ഈ 9 എണ്ണവും നല്ല ഡിഫറൻസ് ആയിട്ടുള്ള എല്ലാം ഓരോന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റോറീസായിരുന്നു. അതുമാത്രമാണ് എനിക്ക് അതിൻ്റെ പ്രത്യേകതയായിട്ട് തോന്നിയത്. അതുപോലെ എനിക്ക് വിൽപ്പന എന്ന് പറയുന്ന ആസിഫിക്ക ലീഡ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോറിയും എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നി. ഒരു ക്ലൈമാക്സ് വരെ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ക്ലൈമാക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ ഇതിലെ മിക്കതും അങ്ങനെ എടുത്തെടുത്ത് ഓരോന്ന് പറയാനും മാത്രം ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. എല്ലാത്തിൻ്റെ പെർഫോമൻസ് വൈസ് ഇപ്പോൾ വിജയമേനോൻ അല്ലെങ്കിൽ പാർവതി തിരുവോത്ത്, മമ്മൂക്ക, മോഹൻലാൽ എല്ലാവരുടെയും പെർഫോമൻസ് വൈസ് എല്ലാം നല്ലതായിരുന്നു. പക്ഷേ എനിക്ക് സ്റ്റോറി വൈസ് നോക്കുമ്പോഴത്തേക്ക് അത് അന്നത്തെ കഥയാണ്, എത്ര വർഷം മുന്നേ ഇറങ്ങിയ സ്റ്റോറീസാണ്, ചെറുകഥകളാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇങ്ങനത്തെ ഫിലിം ഫെസ്റ്റിവലിനൊക്കെ പോകുന്ന അവാർഡ് ടൈപ്പ് മൂവീസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്കൊന്ന് കണ്ടു നോക്കാം.